ഹലോ എവൺ, ഞാൻ ഇപ്പോൾ ജിദ്ദയിലാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ നീച്ചാണ്ട് മലയാളി ഹോട്ടലിൽ പോയിക്കാണ്ട് മസാല ദോശ കഴിച്ചു. കുറേ കാലം കഴിച്ചിട്ട് അപ്പോൾ അതിന് പുതിയ കഴിച്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു കോഫിയും കുടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് നമ്മൾ കസിൻസിൻ്റെ റൂമിൽ വന്നാണ്. ഇനി എന്തായാലും ഇന്നലെ നമ്മൾ നേരത്തെ കടന്നുറങ്ങി. അതാണ് നമ്മൾ ഡ്യൂട്ടി കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങല്. ഇപ്പോൾ ഇത് നമ്മൾ പുതിയ വാങ്ങിയ ഷൂ ആണ്. നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കസിന്. ഒരു പുതിയ 2 പെറ്റ്സിനെ വാങ്ങിക്കണത്. ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മറ്റേ ഇവിടെ കൂടെ ഉണ്ടാക്കി ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ പെറ്റ്സ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാൻ ഭയങ്കര വലിയ സംഭവമാണ്. കുറച്ച് നമ്മൾ ഓലെ കളി കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ ടൈമായി, ഡ്യൂട്ടിക്ക് കയറാനായിക്കണ്. കസിനെ ജിമ്മിൽ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ നേരെ കിച്ചണിൽ കയറി 5 മുട്ട പൊയ്യാൻ വെച്ചു. ഏരക്കാൻ ജ്യൂസ് കുറച്ചുണ്ടായി, അത് കുടിച്ചു. പിന്നെ ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓട്സ് നമ്മൾ വെള്ളത്തിലുണ്ടാക്കി. ഇവിടുത്തെ പാൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി കാർക്കും പീനട്ട് ബട്ടറും കൂട്ടി കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ജിമ്മിൽ കയറി. ആൾക്കാർ വരാനായിട്ടില്ല. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മുട്ടയും അതുപോലെ ഓട്സും കഴിച്ചു. എല്ലാം കൂടി ഇതേപോലെ മിക്സ് ആയാണ് കഴിച്ചത്. നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ട്രൈസെപ്സ് കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പമ്പ് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ ക്ലയൻസ് ഒക്കെ വന്നു, അവർക്ക് വർക്കൗട്ട് കൊണ്ടെടുത്തു. പിന്നെ ആഷിക്ക് വന്നു, ആഷിക്ക് വർക്കൗട്ട് എടുത്തു. പിന്നെ ബ്രേക്ക് ടൈം ആയി. ബ്രേക്ക് ടൈം നേരെ പോയി കിച്ചണിൽ പോയിക്കാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞുണ്ടാക്കി. പിന്നെ 150 ചിക്കൻ എടുത്താണ് എയർ ഫ്രൈ എടുത്താൽ ചൂടാക്കി. സുൽഫിയ കപ്സ് ഉണ്ടാക്കി. ചൂടാക്കിയേക്ക് ചിക്കനും യോഗട്ടും കൂടി കഴിച്ചു. അപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. ജിമ്മിക്ക് കയറി വീണ്ടും അടുത്ത ആൾക്കാർ വർക്കൗട്ട് എടുത്തു. അപ്പോൾ പുതിയ കമ്പനി ഇട്ടിന് വർക്കൗട്ട് ചെയ്യാൻ ടൈമായി. ഒരു കോഫി അടിച്ചു. വീട്ടിലെ കുക്കുമ്പറും കഴിച്ചു. ഇന്നലെ നമുക്ക് സ്നിക്കേഴ്സ് ഇട്ടിനി. അപ്പോൾ നമ്മൾ വർക്കൗട്ട് മുന്നേ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടാണ്. ഇനി അതും കഴിച്ച് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ കുറച്ച് കാലിസ്റ്റനിക്സ് മൂവ് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഫ്രണ്ട് ലെവറിനുള്ള പ്രാക്ടീസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി അൺലോക്ക് ചെയ്ത സംഭവമാണ്. അധികം നേരം ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കും. അത് കണ്ടുകൊണ്ട് ഒരു അർബിച്ചങ്ങായി നമ്മളോട് 1 ആം വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ലെവർ ചെയ്യാൻ പറഞ്ഞു. നടക്കുന്ന കേസല്ലേ. നമ്മളെന്തായാലും പുള്ളപ്പ് എടുത്തു. പുള്ളപ്പ് എടുത്താണ് വാമായി. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത വർക്കൗട്ടാണ് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ. അത് നമ്മൾ ആവറേജ് വെയിറ്റ് നമ്മൾ സ്ലോ ആയി കൺട്രോൾ ചെയ്യാൻ ഫെയിൽ വരെ ചെയ്തു. എൻ്റെ അപ്പർ ബാക്കിനാണ്. അപ്പർ ബാക്കിന് നമ്മൾ സീറ്റർ ക്യാബർ ചെയ്തത്. സീറ്റർ ക്യാബർ നമ്മൾ വൈഡായി പിടിച്ചിട്ട് ചെയ്തത്. അതേപോലെ ആവറേജ് വെയിറ്റ് ആണ് നമ്മൾ മാക്സിമം ഒരു അപ്പർ ബാക്ക് ഫോഴ്സ് ചെയ്തിട്ട് സ്ക്വീസോ അതുപോലെ സ്ട്രെച്ചും കൊടുത്തിട്ട് നമ്മൾ ആ ഇന്റൻസിറ്റി കൂട്ടാൻ ചെയ്തു. ഫെയിൽ വരെ 2 സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ലോവർ ലാറ്റ്സ് ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ നേരെ മെഷീനിലേക്ക് പോയി. ബാക്ക് ഡേ ഒന്ന് വലിയ വെയിറ്റ് കൊടുക്കുമ്പോൾ ആ സ്ട്രാപ്സ് നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഷീനാണിത്. ഇത് നമുക്ക് കറക്റ്റ് ആ ലാറ്റ്സിന് നമുക്ക് ഫുൾ സ്ട്രെച്ച് സ്ക്വീസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഇന്റൻസിറ്റി കൂട്ടി നമ്മൾ മാക്സിമം സ്ട്രെച്ച് മാക്സിമം സ്ക്വീസും കൊടുത്തിട്ട് ആ ഒരു 2 സെറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറച്ച് ഡ്രോപ്പ് സെറ്റ് അടിച്ചു. ഞാൻ അതും കൂടി കഴിയുമ്പോൾ ബാക്ക് ഫുള്ള് ലോഡായി. പിന്നെ കുറച്ച് ജിംനേസ്ക്ക് വന്നു. നമ്മൾ വർക്കൗട്ട് എടുത്തു. നമുക്ക് ബൈസെപ്സും കൊറാമസും കളിക്കാണ്ട്. അതിന് ട്രാപ്സിന് ആയിട്ടും ബാക്കിയുണ്ട്. ഇപ്പോൾ ട്രാപ്സ് നമ്മൾ ചെയ്തത് ഷ്രഗ്സ് ആണ്. ഷ്രഗ്സ് നമ്മൾ ഡംബലിൽ 45 കിലോ എടുത്താണ് നമ്മൾ ഷ്രഗ്സ് ചെയ്തു. അത് ഫെയിൽ വരെ 2 സെറ്റ് അടിച്ചു. കുപ്പായ വീടുക്കാൻ പോസ് ചെയ്ത് കരുതി. ഇപ്പോൾ ഞങ്ങൾക്ക് ആൾക്കാരെ വന്നാൽ വീട് എടുക്കാൻ തുടങ്ങി. നമ്മൾ മെൻഫിസിക്കിന്റെ പോസും ചെയ്ത് നോക്കി. പിന്നെ വീട് എടുക്കേണ്ടത് കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ നേരം പോസ് ചെയ്തു. പിന്നെ ബാക്ക് പോസ് കാണാൻ നമ്മൾ ബാക്ക് പോസ് മുറിച്ചനുസരിച്ച് ബാക്ക് ആവശ്യത്തിന് പമ്പ് കഴിഞ്ഞ് പിന്നെ വിശക്കാൻ തുടങ്ങി. നേരത്തെ മരുന്ന് ചെയ്യും ഉരുളക്കിഴങ്ങ് എണ്ണ ഇടാതെ പൊരിച്ചു. കൂടുതൽ നമ്മൾ സോസും ഇടാതെ ഷവർമയും കഴിച്ചു. നമ്മൾ പോയ എനർജി തിരിച്ചിട്ട് 100 ഗ്രാം ചിക്കൻ മാറ്റിച്ചു. പിന്നെ സ്കൂപ്പ് ക്രിയാറ്റിനും കലക്കി കുടിച്ചു. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് തിന്ന് നിർത്തിട്ട് നമ്മൾ ഞാൻ ജിമ്മിൽ കയറി. മോട്ടിവേഷനും കിട്ടും. ഇവിടെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി ബൈസ് കളിക്കാണ്ട്. അപ്പം തിരക്ക് വേണ്ടി നമ്മൾ നേരെ കുപ്പായ കൂടി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ മാക്സിമം വെയിറ്റ് ആണ് നമ്മൾ കേബിളിൽ ബാറിൽ നമ്മൾ ബൈസെപ്പ് കർൾ ചെയ്യുന്നത്. ഹെവി വെയിറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് മൊമെന്റ് ഒക്കെ യൂസ് ചെയ്യും. എന്തായാലും ഫെയിൽ വരെ അടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഡ്രോപ്പ് സെറ്റ് അടിക്കും. ഇനിയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും വെയിറ്റ് കുറച്ചാണ് നമ്മൾ വീണ്ടും ഡ്രോപ്പ് സെറ്റ് അടിക്കും. അപ്പം അങ്ങനെ ഫെയിൽ വരെ അടിക്കും. ഇതേപോലത്തെ 2 സെറ്റ് നമ്മൾ അടിക്കല്. എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റിന്റെ മതി നമുക്ക് ബൈസെപ്സ് ഗ്രോ ആവാണ്. കാരണം നമുക്ക് ഓരോ ഡാമേജ് വേണ്ട. നമുക്ക് ജസ്റ്റ് ആ സ്റ്റിമുലസ് മാത്രം കിട്ടിയാൽ മതി. ഞാൻ അത്രയ്ക്ക് ഇന്റൻസ് ആയി ട്രെയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആകെ ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യലുള്ളൂ. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിറ്റ് ആണ് പുഷ് പുള്ളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റേജ് നമുക്ക് റിക്കവറിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 2ാം സെറ്റാണ്. 2ാം സെറ്റ് ഫെയിൽ വരെ എടുത്തു. പിന്നെ ഫ്ലെക്സ് ചെയ്തു. ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫീൽ ആയി നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ലൈറ്റിംഗ് പമ്പൊക്കെ കണ്ടപ്പോൾ കുറച്ച് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കി. നമ്മൾ പിന്നെ കുറച്ച് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് തീർത്തു. നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ ബാക്കിയും വീഡിയോ എടുക്കാൻ നിന്നില്ല. നേരെ നമ്മൾ ചെയ്ത് ഡംബലിൽ ഹാമറിക്കുള്ള അതുപോലെ നമ്മൾ 4 ആംസിന് കളിച്ചു. ബൈസെപ്സ് ആവശ്യത്തിന് പമ്പ് കഴിഞ്ഞ് ഒന്നും അത്രക്കുള്ളൂ. ഇറ്റ് വാസ് ഫുൾ ഡേ. എന്നിട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ടൈമും വേണം. അതുപോലെ നല്ലൊരു മൈൻഡും വേണം. ഇത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. ജിമ്മ് ക്ലോസ് ചെയ്ത് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.